ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഡിഫറെന്റ് സൈസിലുള്ള രണ്ട് ലെയേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹുക്ക് ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ വെച്ചിട്ട് രണ്ട് ലെയേഴ്സിൽ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഉള്ളത്, ഫസ്റ്റ് ലെയറും അതുപോലെ സെക്കൻഡ് ലെയറും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ആണ് 2.5mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഞാൻ ഈ യാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്ററിന് നമുക്ക് യാണ് എടുക്കാം. ഇതാ ഈ സെൻറ്ററിന് ഞാൻ യാണ് എടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ, ഈ സെൻറ്ററിലുള്ള യാണാണ് ഇത്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് യാണും, അങ്ങനെ 2 യാണും ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് യാൺ ഓവർ ചെയ്ത് ഈ ഒരു സെന്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്ത് സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വന്ന 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിതാ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി കേട്ടോ. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. നമ്മൾ ടോട്ടൽ 5 ചെയിനാണ് ചെയ്തിട്ടുള്ളത്. 2 ചെയിൻ ഇത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് 5 ചെയിൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. ഇനി നമ്മൾ ഇവിടുന്ന് 1 2 ചെയിൻ ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെന്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കുക. അപ്പൊ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് വരുന്ന യാൺ ഓവർ ചെയ്ത് ആ ബാലൻസ് വന്ന് 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ 1 2 2 പെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ചെയിൻ 2 ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഈ സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 3 എണ്ണം കിട്ടിയേ. വീണ്ടും ചെയിൻ 2 ചെയ്യാം. ഈ ഒരു സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 4 എണ്ണം ചെയ്തേ. ഇനി നമ്മൾ 1 2 ചെയിൻ ചെയ്യുക, സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇത് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നോക്കാം. 1 2 3 4 5 5 എണ്ണം ചെയ്തിട്ടോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ 3 ചെയിൻ കഴിഞ്ഞിട്ട് 3 ചെയിൻ 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ആയി തോന്നും. പക്ഷെ ഇത് 3 ചെയിൻ ആണ്. 3 ചെയിൻ കൂടാതെ നമ്മളിവിടെ 1 2 3 4 5 5 എണ്ണം ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ സർക്കിള് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5 ചെയിൻ ചെയ്തില്ലേ, അതിൽ 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഒരു ചെയിൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് 1 2 3 4 5 6 നമുക്ക് 6 ഗ്യാപ്പ് ഉണ്ടാവും. ഈ 6 ഗ്യാപ്പിൽ നമ്മൾ 6 പെറ്റൽസ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സെന്ററിലേക്കാണ്, ഈ ഒരു സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക.
അപ്പോൾ നമ്മളിവിടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യാം. അങ്ങനെ ചെയ്ത് ഈ ഒരു ഇതിലൂടെ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് പെറ്റിൽ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഉള്ള ഗ്യാപ്പിലൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. ചെയിൻ 1 പിന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. അപ്പം നമുക്ക് നമ്മളെ സെക്കൻഡ് പെറ്റിലും കിട്ടി. നമ്മൾ തേർഡ് പെറ്റിൽ ചെയ്യാനായിട്ട് അടുത്ത മൂന്നാമത്തെ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ കൂടി, അതിനുശേഷം ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ പെറ്റിലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 പെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ 5 പെറ്റിൽ കിട്ടി. 1 2 3 4 5. നമുക്ക് ലാസ്റ്റ് സ്പേസ് ആണ്. ഇനി ഇവിടെ സ്പേസ് ഇല്ല. ഈ ലാസ്റ്റ് സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് പെറ്റിൽ ഇത് ഞാൻ ഒരു ചെയിൻ വെച്ചിട്ടാണ് ഒരു സ്ട്രെങ്ത് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് 2 സ്ട്രെങ്ത് വെച്ച് ചെയ്തപ്പോൾ വലിയ ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഒറ്റ നൂല് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുക്കാം. ഇത് ഫ്രണ്ട് സൈഡ് അല്ല, ഈ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ചെയിൻ ഉള്ളത്. ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനോ ചെയ്യാം. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് ലൂപ്പിൻ്റെ സെക്കൻഡ് ലൂപ്പ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഭാഗത്തുനിന്ന് 5 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്ത് ഈ പെറ്റിൽ ചെയ്തതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്തിട്ടില്ലേ, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ കിട്ടുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പെറ്റിൽ കഴിഞ്ഞിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ അല്ലേ, ഈ ഡബിൾ ക്രോഷേന്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ വീണ്ടും ചെയ്ത് കൊടുക്കുക. 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിന്. പിന്നെ അടുത്ത ഡബിൾ ക്രോഷേന്റെ ഇവിടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക.
ഈ അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, യാണോ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 ചെയിൻ ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ഡബിൾ ക്രോഷ്യ ഉണ്ട്, അവിടെയും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത സ്ലീപ്പ് സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം ഇത് എത്ര സ്റ്റിച്ചസ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. 1 2 3 4 5 6 ഉണ്ടോ, 6 പെറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈലൻ്റാണ്, അത് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണേ. അതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ലെയർ, ഈ ഒരു ലെയർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ലെയർ ചെയ്യാനായിട്ട് ഇവിടെ ഇതാ നമ്മൾ ഈ ഒരു വലിച്ചു വെച്ചാണ് ചെറുതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്പേസ് ആണുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. 1. അടുത്തതിലും നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 സെയിം സ്പേസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഹാഫ് DC ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് DC, 3 DC, വീണ്ടും ഒരു ഹാഫ് DC, ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതാ ഇത് ഫസ്റ്റ് പെറ്റല്, മുകളിലത്തെ പെറ്റല്, ഇത് താഴത്തെ പെറ്റല്, സെക്കൻഡ് ലെയറത്തെ പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതാ ഈ ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് DC, സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3rd ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റലും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ താത്തി നോക്കുമ്പോൾ ഫസ്റ്റ് പെറ്റലിൻ്റെ നേരെ താഴെയും സെക്കൻഡ് പെറ്റലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ലെയറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ സ്പേസിലും ഇതന്നെ ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക, പിന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ നമുക്ക് വീണ്ടും ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 3rd പെറ്റൽ കിട്ടി. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് DC, 3 ഡബിൾ ക്രോഷ്യ, 1 2 3 3 ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് DC, ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി 4 എണ്ണം ഇപ്പോൾ കിട്ടി. ഇനി 2 എണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിവിടെ 6 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പെറ്റലിൻ്റെ സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തു. ഇനി നമ്മളിത് അങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ ആ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലെയർ, ഇനി 3 ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ
ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സെക്കൻഡ് റൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ തേർഡ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലെയർ ചെയ്യുന്നുള്ളൂ. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 സ്ട്രെങ്ത് വെച്ചിട്ട് 2 യാണ് വെച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ ഫ്ലവർ കിട്ടി. ഒരു യാണ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈസിലും വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. വലിയ സൈസ് വേണമെങ്കിൽ നമ്മൾ ഹുക്കും യാണും, ഇതിപ്പോൾ 4 പ്ലേ ആണും 2.5 mm ഹുക്ക് സെറ്റ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ 8 പ്ലേ ആണ്, 4 പ്ലേ ആണ് 2 എണ്ണം വെച്ചിട്ട് 8 പ്ലേ ആണും അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് 3 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹുക്ക് സെറ്റും യാണും ചേഞ്ച് ചെയ്താൽ നമുക്ക് നല്ല വലുപ്പത്തിന് വ്യത്യാസമുള്ള വലിയ സൈസിലാണെങ്കിൽ വലിയ സൈസിൽ ചെയ്യുക, ചെറിയ സൈസിലാണെങ്കിൽ ചെറിയ സൈസിൽ ചെയ്യുക. അതിന് ശേഷം ഈ യാണ് 2 ഉണ്ടാവും. ആ 2 യാണും ഇങ്ങനെ ഒന്ന് ഉച്ച പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും.